മോർണിംഗ്, വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമുക്ക് നല്ലൊരു പരിപ്പ് വട ഉണ്ടാക്കാവേ. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 1 കപ്പ് പരിപ്പ് ഞാനൊരു 4 മണിക്കൂറോളം കുതിർത്തിട്ട് വെച്ചിട്ടുണ്ട്. 4-5 മണിക്കൂർ കുതിർക്കുക, അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് കൊച്ചുള്ളി വേണം, ഒരു 8-10 ചുവന്നുള്ളിയാണ് ഇത്. പിന്നെ ഒരു 3 പച്ചമുളക്. പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് ഇത് കിട്ടും. ഈ പരിപ്പ് വടയ്ക്ക് കുറച്ച് എരിവ് നല്ലതാണ്. പിന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിയണം. 2 വറ്റൽ മുളക്. പിന്നെ കുറച്ച് കറിവേപ്പില, 2 കതിർപ്പ് കറിവേപ്പില ഉണ്ട് ഇത്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതെല്ലാവേ വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി. ഈ പരിപ്പ് വടയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്നാക്കാണ് അല്ലേ. 4 മണിക്ക് നല്ലൊരു ചൂട് ചായയുടെയൊക്കെ കൂട്ടത്തിൽ ഒരു പരിപ്പ് വടയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ചിലർ ഇതിനകത്ത് സവോള ഇടും. ഈ ചുവന്നുള്ളി പൊളിച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു സവോള എടുത്താലും കുഴപ്പമില്ല. പക്ഷേ ചെറിയ ഉള്ളിയാണ് എപ്പോഴും ടേസ്റ്റ്. അത് കറികൾക്കാണേലും കൊള്ളാം, ഇതുപോലത്തെ വടയ്ക്കൊക്കെ ആണേലും ചെറിയ ഉള്ളി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എവിടെയെങ്കിലും ഒന്ന് ട്രാവൽ ചെയ്യാനൊക്കെ പോകുമ്പോഴാണേലും നമുക്ക് 4 മണിയൊക്കെ ആകുമ്പോൾ ഒരു നല്ലൊരു ചായയും ഒരു പരിപ്പ് വടയൊക്കെ കിട്ടിയാൽ ഒരുമാതിരി എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തന്നെ അങ്ങ് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി സന്തോഷമല്ലേ അത്. ഈ ഉള്ളി ഇതുപോലെ എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാവേ. പിന്നെ നമുക്ക് ഈ പച്ചമുളക്, ഈ പരിപ്പ് വടയ്ക്കുണ്ടല്ലോ ഒരു സ്വല്പം എരിവ് നിൽക്കുന്നത് നല്ലതാണ് കേട്ടോ. ഈ ഉഴുന്നുവടയ്ക്ക് അത്ര എരിവ് വേണമെന്നില്ല, പക്ഷേ പരിപ്പ് വടയ്ക്ക് ഒരു സ്വല്പം എരിവ് നല്ലതാണ്. അപ്പോൾ എരിവ് ഇഷ്ടമുള്ളവർ വേണം ഈ 3 പച്ചമുളകും 2 വറ്റൽമുളകും ഇടുക. അപ്പോൾ ചിലർക്ക് എരിവ് വലിയ താല്പര്യം കാണത്തില്ലേ, കുറച്ച് എരിവ് മതിയെന്ന് തോന്നും. അപ്പോൾ എന്ത് ചെയ്യണം, ആ വറ്റൽമുളക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 3 പച്ചമുളകിന് പകരം 2 പച്ചമുളക് ഇട്ടിട്ട് 2 വറ്റൽമുളക് ഇട്ടാൽ മതി. എരിവ് ഇഷ്ടമുള്ളവർ ഇത്ര ഇടണേ, എന്നാലേ അതിൻ്റെ ശരിക്കുള്ള ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. പച്ചമുളകാണേലും ഇച്ചിരി കനം കുറച്ച് അരിഞ്ഞിടണേ. വറ്റൽമുളകും അതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടേക്കണം. ചിലർക്ക് എരിവ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ചുമയ്ക്കാനൊക്കെ വരും ചിലർ എരിവ് കൂടുതൽ കഴിക്കുമ്പോഴേ. അങ്ങനെയുള്ളവർ അത് ഒഴിവാക്കുക. എരിവ്, ഉപ്പ്, പുളി ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം നമ്മൾ ചെയ്യാനേ. പിന്നെ ഈ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇല്ലേ, അത് നല്ലപോലെ കൊത്തി അരിയണേ. ചെറിയതായിട്ട് ഇങ്ങനെ കുത്തി എടുത്താൽ മതി. അപ്പോഴത്തേനും അത് വല്ലാതെ അങ്ങ് കടിക്കരുത്. ഈ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞിട്ടാൽ ഇതുപോലെ കുഞ്ഞായിട്ട് കിടക്കണേ. ഇതൊക്കെ ഞാൻ കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ വലിയ ആൾക്കാർക്കൊക്കെ അറിയാം, പക്ഷെ കൊച്ചു പിള്ളേരുണ്ടല്ലോ, കുക്കിംഗ് ഇഷ്ടമാണ് ചിലർക്ക്, പക്ഷെ അത് എങ്ങനെ ചെയ്യുമെന്ന് ശരിക്കും അറിയത്തില്ല. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് പറയുന്നത് കേട്ടോ. നമ്മൾ മുതിർന്നവർക്ക് ഇതെല്ലാം അറിയാം. ചെറിയൊരു പീസ് ഇഞ്ചി മതി, ഒരുപാട് അങ്ങ് കൂടിയും പോകരുതേ. അരിഞ്ഞു കഴിഞ്ഞിട്ട് ഈ കത്തി കൊണ്ട് ഒന്നും കൂടി ഇങ്ങനെ അങ്ങ് ആക്കിയുണ്ടല്ലോ, അതൊന്നും കൂടെ മുറിഞ്ഞ് നല്ല തീരെ കുഞ്ഞു കഷ്ണമായിട്ട് നമുക്ക് കിട്ടും. ഇനിയുള്ളത് കറിവേപ്പിലയാണ്. അതും ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞേക്കണേ, അല്ലെങ്കിൽ അതിങ്ങനെ വലുതായിട്ട് കിടന്നാലേ നമ്മൾ ആ ഉരുട്ടിയെടുക്കുമ്പോൾ അത് പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതൊന്ന് ചെറുതായിട്ട് അങ്ങ് കട്ട് ചെയ്താൽ മതി. നമ്മളിപ്പോൾ ഈ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം അരിഞ്ഞു കഴിഞ്ഞ് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ കുതിർത്ത് വെച്ച ഈ പരിപ്പില്ലേ, ഈ പരിപ്പ് മിക്സിയുടെ ഈ ചെറിയ ജാറില്ലേ, ഈ ജാറിലോട്ട് കുറച്ചിട്ട് ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്, നന്നായിട്ട് ചതഞ്ഞ് കിട്ടിയാൽ മതി. അതായത് ഒത്തിരി അങ്ങ് അരയാനും പാടില്ല, തീരെ അരയാതെ ഇരിക്കാനും പറ്റില്ല. അപ്പം ഞാനത് അരച്ച് കാണിക്കാവേ. ഈ അരയ്ക്കുന്നതിന് മുമ്പുണ്ടല്ലോ നമ്മൾ ഇതുപോലെ ഒരു സ്പൂണിന് ഒരു സ്പൂൺ ഈ പരിപ്പൊന്ന് മാറ്റി വെച്ചേക്കണം. ഇത് നമ്മൾ അരച്ച് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് ഇടാനാണ്. ഇതുപോലെ കുറച്ചൊന്ന് മാറ്റി വെച്ചിരുന്നാൽ മതി. ഇനി നമുക്ക് കുറേശ്ശെ എടുത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. വെള്ളം ഒട്ടും ഇല്ല ഇതിനകത്ത് കേട്ടോ, നമ്മളത് അരിച്ച് മാറ്റി വെച്ചേക്കുമായിരുന്നു. നമ്മുടെ പരിപ്പ് ഇവിടെ നന്നായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് അങ്ങ് അരഞ്ഞിട്ടുമില്ല, എന്നാൽ അത് നന്നായിട്ടൊന്ന് ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുമുണ്ട്. ഇതിനകത്തേക്കുണ്ടല്ലോ
നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന ഈ പരിപ്പില്ലേ, അരയ്ക്കാതെ വെച്ചേക്കുന്ന ഒരു ടീസ്പൂണേ കാണത്തുള്ളൂ കേട്ടോ. അതിങ്ങനെ ഇട്ട് കൊടുത്തേക്കണം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണേ. ഉപ്പ് കൂടിപ്പോകല്ലേ, കാരണം നമ്മളിത് 1 കപ്പ് പരിപ്പേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള സാധനങ്ങൾ വേണം നമ്മൾ ചേർക്കാനേ. ചുവന്നുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. കൈകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കണേ. ഈ ഉള്ളിയും പച്ചമുളകും എല്ലാം ഈ പരിപ്പുമായിട്ട് നന്നായിട്ട് മിക്സ് ആകണം. അപ്പോൾ കൈകൊണ്ട് തന്നെ നമ്മളിത് നന്നായിട്ട് ആ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് ഈ പരിപ്പിനകത്തോട്ട് ഒന്ന് ചേരണേ. അതിനായിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് വേണം ഇത് മിക്സ് ചെയ്യാൻ. സ്പൂണിട്ടൊന്നും ഇളക്കിയാൽ ഇത് ശരിയാകത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് തന്നെ ചെയ്യാം. ചില കാര്യങ്ങൾ നമ്മൾ കൈകൊണ്ട് തന്നെ ചെയ്യണം, എന്നാലേ അത് കറക്റ്റ് ആ ഒരു ഫോമിൽ നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മളിതിൻ്റെ ഇടയിൽ ഉപ്പുണ്ടോയെന്ന് നോക്കിക്കണം. നന്നായിട്ട് എല്ലാ ഭാഗത്തും ഇതായതിനു ശേഷം ഉപ്പ് നോക്കിക്കോണേ. നല്ല മഴയൊക്കെ അങ്ങോട്ട് പെയ്യുന്ന സമയത്തുണ്ടല്ലോ, 4 മണിയൊക്കെ ആകുമ്പം ഇതുപോലെ പരിപ്പ് വട ഉണ്ടാക്കി, നല്ല ചൂടോടെ പരിപ്പ് വടയും നല്ല ചൂട് ചായയും അല്ലേ, നല്ല കോമ്പിനേഷനാണ് ചായയും പരിപ്പ് വടയും. അപ്പോൾ അത് രണ്ടും കൂടെ ഉണ്ടാക്കി നമ്മൾ വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കി നമ്മുടെ ഫാമിലിക്ക് കൊടുക്കാമെങ്കിൽ എല്ലാവർക്കും സന്തോഷമായിരിക്കും അല്ലേ. ഇത് പിന്നെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ, ഇതിൻ്റെ ആ നടുക്ക് ഭാഗത്ത് ഭയങ്കരമായിട്ടങ്ങ് കട്ടിയായിട്ട് ആകരുതേ. ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇച്ചിരി കനം കുറച്ച് വേണം ചെയ്യാൻ. അതാണ് ഏറ്റവും നല്ലത്. നല്ല കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കണം പരിപ്പ് വട. അപ്പം ഞങ്ങളുടെ ഒരു സിസിലി ചേച്ചി ഉണ്ടാക്കുന്ന പരിപ്പ് വട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചേച്ചി നല്ല പരത്തിയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് പരിപ്പ് വട ഉണ്ടാക്കും. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ആ പരിപ്പ് വട. അപ്പോൾ ഇവിടെയും ഞാൻ അതുപോലെ കുറച്ച് പരത്തിയാണ് എടുക്കുന്നതേ. അപ്പം ചില കടകളിൽ നിന്ന് നമ്മൾ മേടിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ആകെ ഒന്നും വേഗത്തില്ല. നമ്മളിവിടെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഉരുളയായിട്ട് എടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തങ്ങ് എടുത്താൽ മതി. ഒരുപാടങ്ങ് പരിപ്പ് എടുത്ത് ഇങ്ങനെ ആ ഒരു നടുക്ക് ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല പോലെ അവിടെ അങ്ങ് പരത്തിയേക്കണേ. അല്ലാതെ ഇങ്ങനെ കട്ടിയായിട്ട് ഉണ്ടാക്കിയുണ്ടല്ലോ ഒട്ടും ക്രിസ്പി ആയിട്ടുള്ള പരിപ്പ് വട കിട്ടത്തില്ല. അപ്പോൾ ഈ നടുഭാഗം ശരിക്കും അങ്ങ് പ്രസ്സാക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് ഈ സൈഡ് ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി. ചിലയിടത്ത് കണ്ടിട്ടില്ലേ, ഭയങ്കര വലിപ്പത്തിലങ്ങ് എടുക്കും. എന്നിട്ട് അതിൻ്റെ ആ നടുക്കലത്തെ ആ ഭാഗം ഉണ്ടല്ലോ അതൊട്ടും വേഗത്തില്ല. എന്നിട്ട് നമുക്ക് അത് കളയേണ്ടി വരും അല്ലേ. നമുക്ക് ആ ഒരു പച്ച ചൊവയായിരിക്കും അന്നേരം വേഗാതിരിക്കുമ്പോൾ. ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. ചിലർ ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടിക്കുമ്പോൾ നടുഭാഗം ഒട്ടും അത് കറക്റ്റായിട്ട് നമുക്ക് ഫ്രൈ ആയി കിട്ടത്തില്ലേ. ഈ ഷേപ്പിൽ ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. ഇവിടെ ഇങ്ങനെ അങ്ങ് പ്രസ് ചെയ്താൽ മതി. അപ്പം നല്ല പരന്ന് കിട്ടും. എന്നിട്ട് പിന്നെ സൈഡ് ഇങ്ങനെ ഷേപ്പാക്കി നമുക്ക് ആവശ്യമുള്ളത് അന്നേരം വറുത്തെടുത്താൽ മതി കേട്ടോ. ഇപ്പം വീട്ടിലിപ്പം എല്ലാവരും ഒരുമിച്ചില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ ആ സമയത്ത് എടുത്താൽ മതി. എന്നിട്ട് പിന്നെ അവർ വരുമ്പം ബാക്കി ഉണ്ടാക്കിയാൽ മതി. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് അവർക്കും കഴിക്കാൻ പറ്റുമേ. ഇനി നമുക്കിത് നന്നായിട്ടെല്ലാം ഒന്ന് പരത്തി എടുത്തിട്ട് ഞാൻ ഫ്രൈ ചെയ്ത് കാണിക്കാവേ. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ കടായി എടുത്ത് വെച്ചിട്ട് അതിനകത്ത് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ വെളിച്ചെണ്ണയെല്ലാം ഉണ്ടാക്കണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം, അല്ല ഓയിലാണ് ഇഷ്ടമെങ്കിൽ ഓയിലാണേലും മതി കേട്ടോ. രണ്ടായാലും കുഴപ്പമില്ല. നമ്മൾ ഈ ചെറിയ കടായി യൂസ് ചെയ്യുന്നത് എന്തിനാണെന്നറിയാവോ, നമ്മൾ എപ്പോഴും ഈ എണ്ണ അധികം റീയൂസ് ചെയ്യരുതെന്ന് പറയും. അപ്പം ചെറിയ കടായി ആകുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് അത് വേണമെങ്കിൽ അതങ്ങ് കളയാമല്ലോ. അന്നേരം അധികം എണ്ണ വേസ്റ്റ് ആകത്തുമില്ല കേട്ടോ. അതിനായിട്ടാണ് ഞാനിപ്പോൾ ഇത് ഇവിടെ ചൂടായോന്ന് നോക്കാൻ ഇത് കണ്ടോ ചെറിയൊരു പീസ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി കണ്ടോ. അന്നേരം നല്ലപോലെ ഇങ്ങനെ തിളച്ച് ഇങ്ങനെ പൊങ്ങി വരുവാണെങ്കിൽ എണ്ണ നന്നായി ചൂടായെന്നാണ്. ഇനി നമ്മൾ ഈ ഷേപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഇതങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാകുമ്പോൾ അധികം നമുക്ക് ഉണ്ടാക്കി, അതായത് അധികം എണ്ണ നമുക്ക് ഇതിനകത്തോട്ട് ഇടാൻ പറ്റത്തില്ല. വലിയ ചീനച്ചട്ടി ആകുമ്പോൾ നമുക്ക് കൂടുതൽ എണ്ണം ഇട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേ വെക്കാവുള്ളൂ കേട്ടോ. ഒരുപാട് തീയങ്ങ് കുറയുകയും വേണ്ട, ഹൈ ഫ്ലെയിമും ആകരുത്. ഇതിപ്പോൾ ഞാൻ ഇതിനകത്ത് 2 എണ്ണം ഇട്ട് അത് ഫ്രൈ ചെയ്തിട്ട് പിന്നെ ഉണ്ടാക്കത്തുള്ളേ. വട ഇവിടെ ഇട്ടിട്ട് 2 മിനിറ്റായേ. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ഒരു 2 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കണേ. അന്നേരം ശരിക്ക് അത് ഫ്രൈ ആയി വരത്തുള്ളൂ. നമ്മളിപ്പോൾ ഇത് തിരിച്ചിട്ട് 2 മിനിറ്റായി. ഒന്നും കൂടെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേന് നമ്മുടെ വട ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടുവേ. ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിട്ട് വട ഇങ്ങ് എടുത്തേക്കാവേ. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 6 മിനിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ, നമുക്കിപ്പം ടൈമൊക്കെ എപ്പോഴും കറക്റ്റ് ആയിരിക്കത്തില്ല കേട്ടോ. ഈ പരിപ്പ് വടയുടെ വലിപ്പവും എല്ലാം നോക്കി വേണം. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു മൂത്ത് വരുമ്പോൾ ഉള്ള ആ ഒരു മണവും ആ ഒരു ക്രിസ്പി ആകുമ്പോൾ നമുക്ക് ആ സ്പൂൺ കൊണ്ടൊക്കെ തൊടുമ്പോൾ ഉള്ള ആ ഒരു ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. 4 മണിക്കൊക്കെ ചായയുടെ കൂടെ നല്ല അടിപൊളിയൊരു സ്നാക്കാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണേലും ഫാമിലി ബാക്കിയുള്ള എല്ലാവർക്കും ആണേലും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ സന്തോഷമായിരിക്കും അല്ലേ. നല്ല ചൂടോടെ കിട്ടുകയും ചെയ്യും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും ഫുഡൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്